അതിനെന്താന്നേ, നമുക്ക് ആഘോഷമായിട്ട് തന്നെ നടത്താം. ഏയ്, ഇന്നത്തെ കാലത്ത് ഇത് വലിയ പുതുമുള്ള കാര്യമൊന്നുമല്ല. എൻ്റെ ജാതകത്തിലും ഉണ്ട് 2 കല്യാണം എന്നുള്ള കാര്യമൊക്കെ. ആ ശരി ശരി. ആ ആ ആ എനിക്കും ഒരു കല്യാണത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കണം എന്നുണ്ട്. ഇതൊക്കെ എനിക്ക് ഹൈമടുത്ത് ചോദിച്ചും പറയുകയും ചെയ്യണ കാര്യമാണോ? ഒക്കെ നോക്കണം. എൻ്റെ നേരവും കാലവും ഒക്കെ ശരിയാകുമ്പോൾ നോക്കാം. നടക്കുമായിരിക്കും. ഓക്കെ ഓക്കെ. നീ എവിടെ ഉണ്ടായിരുന്ന? ഞാൻ ഇവിടെ നിൽക്കാണ്ട് പിന്നെ എവിടെ പോവാനാ? ആരായിരുന്നു ഫോണില്? അത് എന്നെ പലരും വിളിക്കും. അത് എന്റെ പ്രൈവസിയാണ്. എന്നെ ആര് വിളിച്ചു എന്നൊക്കെ നിന്റെ അടുത്ത് പറയാൻ പറ്റുമോ? എന്താ പറഞ്ഞ? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? ഭാര്യയൊക്കെ തന്നെ. ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ പുറത്തു പോയിട്ട് വരാം. അവിടേക്ക് എങ്ങോട്ട് പോകുന്നു? അത് ശരി. എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഫ്രീഡം കൂടി നീ തരില്ലേ? എനിക്കേ ഒന്ന് പുറത്തു പോകാനുണ്ട്, തിരിച്ചു വരാനുണ്ട്. എന്നിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, കുറച്ച് തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. സംസാരിക്കണ്ട. ഒന്നുമില്ല. നിങ്ങളവിടെ പോയിട്ട് വരുന്നത്? ഞങ്ങൾക്കൊരു പണിയില്ലാത്തതുകൊണ്ട് വെറുതെ നടക്കാറിയതാ. അത് ശരി. അതെ, എനിക്കൊരു കോൾ വന്നു. എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ, അയാൾ സെക്കൻഡ് മാരേജ് കഴിക്കാൻ പോകണം. ഇത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൈം അത് ഒളിഞ്ഞിരുന്ന് കേൾക്കണം. അപ്പം ഞാനൊന്ന് എരിവും മുളിയും കയറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത്, എനിക്കൊരു സെക്കൻഡ് മാരേജ് നടക്കുന്ന രീതിയിലാക്കി പ്ലേറ്റ് മാറ്റി. അപ്പോൾ അവൾ ഭയങ്കര ശ്രദ്ധ. അപ്പം ഞാൻ നല്ലോണം മസാല കൂട്ടി ഇപ്പോൾ വിശ്വസിച്ചിരിക്കുകയാണ് ഞാൻ സെക്കൻഡ് മാരേജ് കഴിക്കാൻ പോകുന്നത്. എന്തറിയോ, കല്യാണ സമയത്ത് ജാതകം നോക്കിയപ്പോൾ ജാതകം നോക്കിയ ആൾ പറഞ്ഞു ഇയാൾക്കൊരു സെക്കൻഡ് മാരേജിന് ചാൻസ് ഉണ്ട്. അതിപ്പോഴും മനസ്സിൽ വെച്ചോണ്ട് നടക്കുക അവള്. അപ്പൊ ശരിക്കും നിങ്ങൾ സെക്കൻഡ് മാരേജ് കഴിക്കാൻ പോവാണോ? ഭ്രാന്തുണ്ടോ? ഒന്നേ താങ്ങാൻ വയ്യ. അതെ, ഇത് വെറുതെ ഒരു പ്രാങ്ക്, തമാശക്ക് ചെയ്താണ്. അല്ല, അങ്കിള് ആന്റിയുടെ അടി കൊണ്ട് ചാവുന്ന വല്ല നേർച്ച നേർന്നിട്ടുണ്ടോ? അയ്യ ഇല്ലെന്ന്. ഇതൊരു തമാശയല്ല, ഒരു രസം. അങ്ങനെയാണെങ്കിലേ ഈ രസം കുറച്ചും കൂടെ രസകരമാക്കിയാലോ? രസം കുറച്ചും കൂടെ രസകരമാക്കാനാ? അതെങ്ങനെ? അങ്കിളിന് ഓഫാണോ? ഓഫാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കൂടെ നമുക്ക് കുറച്ചും കൂടെ ആന്റീനെ പിരികേറ്റി ഇളക്കി അങ്ങോട്ട് വിട്ടാലോ? അടിപൊളി ഐഡിയ ആണല്ലോ. ചേച്ചിക്ക് അങ്കിളിനോട് വല്ല വിരോധം ഉണ്ടോ? എന്താടാ? പിന്നെ അല്ലാതെ പിന്നെ അങ്കിളുടെ കാറ്റ് പോകുന്ന ഐഡിയ അല്ലേ പറഞ്ഞു കൊടുക്കണത്? അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന്. നമുക്ക് ഇത് കളിച്ചു നോക്കാം. എന്നിട്ട് അഥവാ കാര്യങ്ങള് ഡിസാസ്റ്ററിലേക്കാണ് പോകണമെന്ന് തോന്നിയാ നമുക്ക് സത്യം അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ റെഡി. ഇതിപ്പോ ഞാൻ മാത്രം തന്നെ മാറിയിരിക്കണം. ഞാൻ റെഡി. അപ്പൊ എന്താ പ്ലാൻ? ആന്റി ഇപ്പൊ ഇങ്ങനെ ചാഞ്ചാടി നിക്കുവാണല്ലോ, നമ്മൾ അതിന്റെ കൂട്ടത്തിലൊരു തള്ളും കൂടെ അങ്ങോട്ട് കൊടുക്കും. ബാക്കി നമുക്ക് വരുന്നോടത്ത് വെച്ച് കാണാം. വരുന്നവിടെ വെച്ച് കാണാം. അപ്പൊ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യല്ലോ. നിങ്ങൾ പണി തുടങ്ങിക്കോ. ഓക്കെ ആന്റി അവിടെ ഇല്ലേ? തമ്പി ഉണ്ണിക്കുട്ടാ, എന്താ ആന്റിക്ക് എന്താ പറ്റിയേ? എനിക്കോ? ഇല്ല, എനിക്കൊന്നും പറ്റിയില്ല. ഒന്നും പറ്റിയില്ലെന്നാ? എന്താ ആന്റി എന്തോ ടെൻഷൻ പോലെ? എനിക്കോ? എനിക്ക് ടെൻഷനൊന്നും ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാ ആന്റി. ഒന്നുമില്ല തമ്പി ഉണ്ണിക്കുട്ടാ. ആന്റിയുടെ മുഖത്ത് എന്തോ ടെൻഷൻ ഉണ്ടല്ലോ. അത് മാത്രല്ല, രാംകുമാർ അങ്കിൾ ഇപ്പൊ ഫോണിൽ കൂടെ സംസാരിച്ചോണ്ട് പോണുണ്ട്. ചേച്ചി അത് പറയണ്ടേ? പറഞ്ഞ ശരിയാവൂല. ഉറപ്പാണോ? അല്ല എന്നാലും വേണ്ട, ആന്റിക്ക് ടെൻഷൻ ആവും. ഉണ്ണിക്കുട്ടാ എന്താ മോളെ? അതൊന്നുമില്ല ആന്റി. നീ കാരണം പറട്ടെ തമ്പി പറ. സത്യമായിട്ടൊന്നുമില്ല. എന്തോ ഉണ്ട്. എടാ, എനിക്ക് ആന്റിയുടെ ഈ വിഷമൊന്നും കണ്ടോണ്ടിരിക്കാൻ വയ്യ. ഞാൻ പറയാൻ പോവാ. പിന്നെ പറ. അത് ആന്റി, അങ്കിൾ എന്തോ സെക്കൻഡ് മാരേജിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആരെയെ കെട്ടുവെന്നോ? അങ്കിളുടെ ജാതകത്തില് അങ്കിള് 2ാമത് കല്യാണം കഴിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംസാരിക്കുന്ന കേട്ടു. എനിക്കെന്തോ ഓഫീസിലുള്ള ആരോ ആണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്താ ആന്റി, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല മോളെ, ഒരു പ്രശ്നമില്ല ഞങ്ങൾ തമ്മില്. എന്ത് പ്രശ്നം? അല്ല, ആന്റിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആന്റിക്ക് എന്റെ അടുത്ത് പറയാം. എനിക്ക് നിന്റെ മോളെ പോലെയല്ലേ. ആന്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോളോട് പറയില്ല. പ്രശ്നമൊന്നുമില്ല. ഓക്കെ. പിന്നെ ആന്റിക്ക് എന്തിനാണ് ഇത്ര ടെൻഷൻ? ആന്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ആന്റി അല്ലേ പറഞ്ഞ ആന്റിയുടെ മോളെ പോലെയാ ഞാൻ ഇന്ന്? അതെന്റെ മോളെ പോലെ തന്നെയാ തമ്പി. നീ എന്റെ മോള് തന്നെയാ. പിന്നെ റാം ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പോയി ചോദിച്ചപ്പോ ഒന്നും മിണ്ടാണ്ട് ഇറങ്ങിപ്പോയാ? അങ്ങനെയാണെങ്കിൽ ഞാൻ ആന്റിക്ക് ഫുൾ സപ്പോർട്ട്. നീയോടാ? പിന്നെ എന്റെ ആന്റിക്ക് എന്തെങ്കിലും സങ്കടം വന്നാൽ ഞാൻ സഹിക്കൂ. ഞാനും ഫുൾ സപ്പോർട്ട്. ഇപ്പൊ അങ്കിളിനെ ശരിയാക്കുന്ന കാര്യമാണെങ്കിൽ അതിന് ഞാൻ ഫുൾ സപ്പോർട്ട്.
ആന്റിയിലെ പറഞ്ഞ ആന്റിയുടെ മോളെ പോലെയാണ്. അപ്പൊ ഞാൻ ആ സ്നേഹവും കരുതലൊക്കെ കാണിക്കണമല്ലോ. ശരിയാ മോളെ, എന്റെ കൂടെ ഉണ്ടാവണേ ഉണ്ണിക്കുട്ടാ. ഓ ആൻ്റെ ധൈര്യം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. മോളെ പോലെയല്ലേ, അപ്പൊ വിളിക്കണേ. വിളിക്കാം മക്കളെ, ചെല്ലു. മറക്കല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്യും. ശരി ഓക്കെ ശരി ആൻറ്റി. വർക്കൗട്ടായി പ്ലാൻ പറയാം. ഹൈമ ചായ. ഇതെന്ത് പതിവിലൊരു ചായ? അല്ല, പതിവില്ലാത്ത കാര്യങ്ങൾ പറയാൻ പോകുമ്പോഴും പതിവില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴും ഒരു പതിവില്ലാത്ത കാര്യം ചെയ്യാന്ന് വിചാരിച്ചു. ഒരു ചായ കുടിക്ക്. എന്താണാവോ പതിവില്ലാതെ ചെയ്യാൻ പോകുന്ന കാര്യം? അതിപ്പോ തന്നെ പറഞ്ഞ അതിന്റെ ഒരു ത്രില്ല് പോവല്ലോ. അയ്യോ, അത്രയും ത്രില്ലുള്ള കാര്യം എന്തായിരിക്കും? ഞാനൊന്ന് അറിയട്ടെ, പറഞ്ഞേ. അല്ല, അതൊരു സർപ്രൈസ് ആവട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാണ്ടിരിക്കുന്നു ഇപ്പൊ തന്നെ. ഈ സർപ്രൈസ് ആയിരിക്കുന്ന കാര്യങ്ങൾ ഇടിഞ്ഞിപ്പൊളി താഴേക്ക് വീഴാതിരുന്നാൽ മതി. എന്റെ സർപ്രൈസുകളൊന്നും അങ്ങനെ ഒളിഞ്ഞു പോവാറില്ല. രാം, കൂടുതൽ അഹങ്കരിക്കണ്ട കേട്ടാ. ദൈവം എപ്പോഴും എല്ലാവരും ഒരുപാട് നിൽക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ എപ്പോഴൊക്കെ സംഭവിക്കും. ഞാൻ വന്ന മുതൽ നോക്കിക്കൊണ്ടിരിക്കുക. ഒരുമാതിരി മോനെ വെച്ച് സംസാരവും ഒരുമാതിരി നോട്ടമൊക്കെ. എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് ഇങ്ങോട്ട് പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുക. ഹൈമ, ഞാൻ പണ്ട് തൊട്ടേ പറഞ്ഞേ, എന്തെങ്കിലും പറയണ്ടേ മുഖത്ത് നോക്കി സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ കറക്റ്റായിട്ട് ആൻസർ വരും. എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമല്ല, അവരാണ് തോന്നുന്ന. ഞാൻ പറഞ്ഞില്ല, എനിക്ക് രാവിലെ മുതൽ ഭയങ്കര തലവേദനയാണ്. അയ്യോ ഷോ, എന്നാ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയല്ലോ. എന്തിന്? എന്നാ ശരി, ഹോസ്പിറ്റലിൽ പോകണ്ട. ഞാൻ ഡോക്ടറെ ഇങ്ങോട്ട് വരാൻ പറയട്ടെ. ഇങ്ങോട്ട് ആദ്യം വിളിക്കട്ടെ, എനിക്ക് ആരും കാണാൻ വേണ്ട. ഇത് പോന്നില്ലേ? എന്ന് നോയിക്കൊണ്ടിരിക്കുന്നതന്നെ. അല്ല, നിന്റെ അടുത്തൊരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടി വന്നാ ഞാൻ. എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് തീരുമാനിച്ചു കഴിച്ചു. ഇനി വന്നിരിക്കണ അഭിപ്രായം ചോദിക്കാനായിട്ട്. അല്ല, നിന്റെ അടുത്തൊരു കാര്യം ചോദിച്ചാൽ അതിന്റെ നിന്റെ ഒരു ഒപ്പീനിയൻ അറിയാൻ വേണ്ടി വന്നാണ്, അഭിപ്രായം ചോദിക്കാൻ വേണ്ടി വന്നാണ്. ചോദിക്കുക, എന്താ ആലോചിക്കുന്നത്? ഹൈമ, ഒരാൾക്ക് ഒരു വിവാഹം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് എവിടെയും പറഞ്ഞ? അതിന് അല്ല, ഒരാള് 2 വിവാഹം കഴിച്ചാൽ അതില് തെറ്റുണ്ടെന്ന് തോന്നുന്നുണ്ടോ? തെറ്റു ശരി അവിടെ നിൽക്കട്ടെ. ആരാണാവോ ഈ ഒരാള് വിവാഹം കഴിക്കാൻ പോകുന്ന ആള്? അതിപ്പോ ആരും ആയിക്കോട്ടെ എന്ന്. ശരി, ഫോർ എക്സാമ്പിൾ ഞാനൊന്നും ആയിക്കോട്ടെ. ഞാനിപ്പോ ഒരു 2ാമത്തെ വിവാഹം കഴിച്ചാൽ കുഴപ്പമില്ല. എനിക്കറിയായിരുന്നു നിങ്ങളുടെ മനസ്സിരിപ്പ്. പതിവില്ലാതെ ചായ കൊണ്ടുവന്ന് തന്നെ എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന്. ഇതിനകത്ത് വിഷമല്ല കലക്കിയുടെ കൊല്ലാനായിട്ട്. ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചല്ലേ. ഞാൻ അഥവാ 2 കല്യാണം കെട്ടിയാൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചോളൂ. അതിന് എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കണ്? ആണോ? എന്തെങ്കിലും ഉത്തരം കേട്ടോ? അങ്ങനെ എങ്ങാനും നിങ്ങൾ 2 കല്യാണം കഴിച്ചിട്ട് ഇവിടെ എങ്ങാനും വന്നാൽ നിങ്ങൾ 2 മുട്ടും കാലം തല്ലി പിടിക്കും. എന്നിട്ട് നിങ്ങൾ ഞാൻ വീൽ ചെയറിലിട്ട് ജീവിതകാലം മുഴുവൻ നോക്കിക്കോളൂ. എന്നാലും നിങ്ങളുടെ ഈ മനസ്സിരിപ്പ് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനൊരു അഭിപ്രായം പറഞ്ഞതിനാണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? റാം, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതേ. എങ്കിൽ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, മറുപടി പറയുവാ. ഞാനാണ് 2 കല്യാണം കഴിക്കുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഇങ്ങനെയൊക്കെ ചോദിച്ചാ അപ്പൊ ആണുങ്ങളെ നിങ്ങൾക്ക് എന്തും പറ്റും, പെണ്ണുങ്ങളെ ഞങ്ങൾക്ക് ഒന്നും പറ്റൂല അല്ലേ? ഹൈമ, ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. എന്റെ ജാതകത്തിലുണ്ട് എനിക്കൊരു 2ാം കല്യാണം ഉണ്ടെന്ന്. അതിനെപ്പറ്റി വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ ഞാൻ. എന്നെ ചോദിക്കണ്ട, നിങ്ങൾ തെറ്റിക്കാൻ വേണ്ട. നിങ്ങൾ എന്താണെന്ന് ചെയ്തോ, നിങ്ങളുടെ ആഗ്രഹം അതല്ലേ, അത് നടക്കട്ടെ. നീ സീരിയസ് ആയിട്ടാണാ? ഞാനാണ് എന്നെ അടച്ചു നിൽക്കുന്നത്. ഷോ, എന്നാ ചായ കുടിക്ക്. ചായ മണ്ണക്കട നിങ്ങൾ തടന്നെ കുടിച്ചാൽ മതി. വേണ്ട, അല്ല, ഇന്നിവിടെ എന്തെങ്കിലും നടക്കും. മാ അച്ഛൻ വിളിച്ചായിരുന്നാ? ഓ, ഇപ്പൊ വിളിച്ചാ കിട്ടത്തില്ലടി. ഇപ്പൊ തെക്കേ പറമ്പിൽ കൂടെ റൗണ്ട്സിന് പോകുന്ന സമയം. ഓ, ഭർത്താവിന്റെ നീക്കത്തെ കുറിച്ച് എന്തൊരു ധാരണയാണ്. പിന്നെ എന്റെ ഭർത്താവിന്റെ നീക്കത്തെ കുറിച്ച് എനിക്ക് ധാരണയില്ലയോ? ഓ, എന്റെ ഭർത്താവിനെ കുറിച്ച് എനിക്കുണ്ട് ധാരണയൊക്കെ. ലോകത്തെങ്ങും വേറെ ഭാര്യ ഭർത്താക്കന്മാരൊന്നും ഇല്ലല്ലോ. ഓ, നിന്റെ ഭർത്താവിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയാണല്ലോ. അമ്മ ഒരു കാര്യം പറയട്ടാ, നമ്മൾ ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തണം നല്ലത്. എൻ്റെ ഒരു ദീർഘവീക്ഷണം വെച്ച് ഇത് അടിയിൽ അവസാനിക്കും. നമ്മുടെ രണ്ടുപേരുടെ ആരോഗ്യത്തിന് അത് തന്നെ നല്ലത്. അമ്മേ, ഹൈമാൻഡിക്ക് എന്തോ പറയാണ്ടെന്ന്. എന്താ പറ്റി ഹൈമ? 2-3 ദിവസമായിട്ട് റാമിന്റെ പോക്ക് അത്ര നല്ല രീതിയല്ല. റാമിന് എന്ത് പറ്റി? റാമിന്റെ ജാതകത്തിൽ 2 കല്യാണം ഉണ്ടെന്ന്. എന്താ തമ്പി കേട്ടതല്ലേ? എന്ത് ജാതകം വായിക്കണതാ? അല്ല, ഈ വിഷയത്തിനെ പറ്റി രാംകുമാർ ഞങ്ങൾ ഫോണിൽ സംസാരിക്കുന്നത്. 2-3 ദിവസമായിട്ട് ഇതിനെ കുറിച്ച് മാത്രമേ റാം പറയുന്നുള്ളൂ, വേറെ ഒന്നും സംസാരിക്കുന്നില്ല. ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് കറക്റ്റ് ആയിരിക്കും. ആമാ, ജാതകം കുന്തം. ഞങ്ങളുടെ ബിസിനസ് നോക്കുന്നേ ഒരു ആസ്ട്രോളജർ ഉണ്ട്. എന്നുവെച്ചാ ജോത്സ്യൻ. ആ ജോത്സ്യൻ പറഞ്ഞ അത് അതുപോലെ ആകും. ബെസ്റ്റ്. നീല് വിചാരിക്കുന്ന പോലെ എല്ലാ ജോത്സ്യന്മാരും കള്ളന്മാരൊന്നും അല്ല. ഇദ്ദേഹം പറഞ്ഞ അത് കറക്റ്റാ. എന്റെ റാമിന്റെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു, അത് നടന്നു. ദേന്റെ കല്യാണം കൂടെ ഞങ്ങൾക്ക് യോഗം ഇല്ലെന്ന് പറഞ്ഞു, അത് അതുപോലെ നടന്നില്ലേ?
ദുബായിൽ ബിസിനസ് തുടങ്ങുമെന്ന് പറഞ്ഞു, അതും തുടങ്ങിയില്ലേ? അദ്ദേഹം പറഞ്ഞ എല്ലാം കറക്റ്റാ. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇതും അതുപോലെ തന്നെ നടക്കും. ആഹാ, അങ്ങനെ ഉണ്ടെങ്കിൽ ആ ജോത്സ്യനെ എനിക്കൊന്ന് കാണണമല്ലോ. എന്തിനാണ് ഉള്ള കാശ് കൊണ്ട് കളയാൻ വേണ്ടിയിട്ടാണോ? അല്ല, ഒന്ന് കണ്ടിരിക്കാവല്ലോടി. ഒന്ന് പോവാം, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ഹൈമോ ടെൻഷൻ അടിക്കാണ്ടിരിക്കേ, നമുക്ക് വഴി ഉണ്ടാക്കാം. ആ ഞാനും പറഞ്ഞ ഞങ്ങളൊക്കെ ആന്റിക്ക് ഫുൾ സപ്പോർട്ടാന്ന്. മാ ഓ നമ്മുടെ ഹൈമാന്റെ തിരക്ക് റാംകോറങ്ങൾ വന്നിപ്പുണ്ട്. ഹൈമ എന്നാ പിന്നെ റാമിന്റെ അടുത്തോട്ട് ചെല്ലേ. തൽക്കാലം ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട. പക്ഷേ ഒന്ന് എൻ്റെ കൂടെ പുറത്തേക്ക് വരുമോ? ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അത്രല്ലേ ഉള്ളൂ. ബാ ബാ. ഞാൻ വരണോ? വേണമെന്നില്ല. ചെല്ലമ്മോ എന്നാ ബാ, അല്ലെങ്കിൽ വരണ്ട. നമുക്കടി കിട്ടാറായോ? എവിടത്? അമ്മ ഇപ്പൊ ഇടപെട്ടല്ലേ ഉള്ളൂ, കുറച്ചുകൂടെ അങ്ങോട്ട് കൊടുക്കട്ടെ. അപ്പൊ പോയിട്ട് ആ എല്ലാവരും ഉണ്ടായിരുന്നാ? അതെ, എല്ലാവരും ഉണ്ടാവാൻ പാടില്ലേ? ഞാൻ വെറുതെ ഒരു കുശലം ചോദിച്ചതാ. നിങ്ങൾ ഒരുപാട് ലോകം കൊണ്ട ഒരാളല്ലേ, ഓ അതിന്റെ ഒരു പക്വത നിങ്ങൾക്ക് കാണിച്ചൂടെ? എന്ത് പറ്റി? ഒന്നുമില്ല, പറഞ്ഞതേ ഉള്ളൂ. ഓ എന്നാ പോവാ ഹൈമ. ഓ, ഹൈമോദിയെ കുറച്ചു നേരം കണ്ടില്ലെങ്കിൽ ഭയങ്കര വെപ്രാളവാ. അതങ്ങനെയാ ഭവാനിയമ്മ. പണ്ട് മുതൽ എനിക്ക് എപ്പോഴും ഹൈമതി എന്റെ ചുറ്റുവട്ടത്തുണ്ടാവണം. അത് ശരി, നിങ്ങളുണ്ടായിരുന്നാ? ഞങ്ങളിവിടെ ഉണ്ടാകുന്ന വേറെ അവിടെ പോവാന്. രാംകുമാറിനല്ലയോ കറക്കം കൂടുതല്. എനിക്ക് തോന്നാണോന്നറിയില്ല, നിങ്ങളെല്ലാവരും എന്നെ കുത്തി സംസാരിക്കണ പോലെ ഉണ്ടല്ലോ. ആ തോന്നല് നല്ലതാ. ഹൈമ ചെല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഹൈമയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പനി വല്ലതും ഉണ്ടോ? കുഴപ്പമുണ്ടാവില്ല എന്നുള്ളത് വഴിയെ മനസ്സിലാക്കിക്കോളൂ. വാ വാ പോട്ടെ. ഓ ഓ വാ മോളെ. ആന്റി ആ പോക്ക് കണ്ടോ? എനിക്ക് രണ്ടെണ്ണം കൊടുക്കാനാ തോന്നുന്നത്. മമ്മി എന്താ പ്രശ്നം? പ്രശ്നം പറഞ്ഞെന്നാ പരിഹരിച്ചു തരുമോ? അതില്ല. ഇപ്പൊ സ്കൂളിൽ നിന്ന് വന്നല്ലേ, പോയി ഫ്രഷ് ആവും നോക്ക്. ഓക്കെ. അയ്യോ, എന്തുറ്റി? ആ ജോൾസിന്റെ നമ്പർ മേടിക്കാൻ മറന്നുപോയി. എൻ്റെ അമ്മ ഇങ്ങോട്ടേ, ഇങ്ങോട്ട് വാ. ജോൾസിന്റെ നമ്പർ. ഹലോ, എന്താ പ്രശ്നം? ഹൈമാൻഡി വൺ ഡെസ്പ്, മമ്മി വൺ കലിപ്പ്, സം റീസൺ ഇസ് ദർ. ഇവിടെ ഇപ്പൊ ഒരു പ്ലേ നടക്കുകയാണ്, നീ കൂടെ ചേരുന്നവണ്ടാ ഇല്ലേ? വൈ നോട്ട്? താൻ ആദ്യം പോയി ഫ്രഷ് ആയിട്ട് വാ, ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. മതി. ചേച്ചി എവിടെ വളവാക്കൂ? എങ്ങാനും പണി പാളുവാണെങ്കിലേ അവള് മാത്രം തല്ലി കൊള്ളാതിരിക്കണ്ട. അത് പൊളിച്ച്. ഷെയറിങ് ഈസ് കെയറിങ്. യെസ്. കാര്യം എന്താണെന്നൊന്ന് പറയൂ. ഇനി ഒന്നുമില്ല, ഹൈമാൻഡിക്കുള്ളൊരു ചെറിയൊരു പണി, ഒരു ഹോളിഡേ ഫണ്ട്, അത്രേ ഉള്ളൂ. ഇതേ രാംകുമാറങ്ങൾ വിളിക്കുന്നു. ഹലോ ആങ്ങളെ. അയ്യോ അവിടെ മാത്രല്ല, ഇവിടെ അടിപൊളിയാണ്. ആ എൻ്റെ അങ്ങളെ പല ടൈപ്പ് പ്രാങ്ക് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതേപോലത്തെ ഒരു പ്രാങ്ക് ആദ്യമായിട്ടായിരിക്കും കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇതൊക്കെ ഇത്ര വലിയ അടിപൊളിയായിട്ട് പോകുന്നു. ആ പിന്നെ അമ്മയൊക്കെ ഇടപെടുന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ല അങ്ങളെ. പിന്നെ അങ്ങളെ അമ്മയും അമ്മൂമ്മയൊക്കെ അങ്ങളുടെ അടുത്ത് ഭയങ്കര കലിപ്പാ. പിന്നെ ഹൈമാൻഡിന്റെ അടുത്ത് ഇത് പ്രാങ്കാന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞോളാം. ഞങ്ങൾക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് അടി മേടിച്ച് തരാതിരിക്കാനുള്ള ഉത്തരവാദിത്തം അങ്ങളിലാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. അവിടെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾ തന്നെ വിളിച്ച് പറയണേ. ഓക്കെ, നമുക്ക് അടുത്ത സ്റ്റെപ്പ് ആലോചിക്കാം. ഓക്കെ. അതെ, ഹലോ, കാര്യം എന്താന്ന് പറഞ്ഞേ? കളിക്കലെ കാര്യം പറ. ഇതൊക്കെ സിമ്പിൾ കാര്യം, വഴിയെ നിനക്ക് മനസ്സിലാവും. ശിവാ. ആഹാ, ഇവിടെ ഇരിക്കണ്ട. അതേ, ഞാൻ ആ രാംകുമാറിന്റെ അടുത്തൊന്ന് പോയിട്ട് വരാം. എന്തോ അമ്മ ഹൈമാൻഡി വിളിച്ചാ? ഓ വിളിച്ച്. ഇതിൽ കൂടുതൽ ക്ഷമിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റിയൊന്നുമില്ല. ആ രാംകുമാറിനെ ഉണ്ടല്ലോ, രണ്ടെണ്ണം പറഞ്ഞിട്ട് ബാക്കി കാര്യമുള്ളൂ. മോരുണ്ടോ? പിന്നെ ഞാൻ വരുന്നില്ലയോ? പിന്നെ ചിലപ്പോ ഞാൻ രണ്ടെണ്ണം പൊട്ടിക്കും. എന്റെ കയ്യെ കയറി പിടിക്കാനൊന്നും വന്നേക്കല്ലേ. രണ്ടെണ്ണം ഒന്നല്ല, കിട്ടുകയാണെങ്കിൽ അറിഞ്ഞ പുറഞ്ഞ പൊട്ടിച്ചോ. ബാക്കി കാര്യം ഞാനേറ്റ്. അപ്പൊ പോയിട്ട് വരാം. മാമ ഇതിപ്പോ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട വന്നില്ലല്ലോ, തന്നെ തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയല്ലോ. അമ്മ നല്ല സീരിയസ് ആണ്, കളിക്കാണ്ട് കാര്യം പറഞ്ഞേ. അതൊക്കെ പിന്നെ പറയാടി. ബാക്കി കാണണ്ടേ? ഇറങ്ങടി ഇറങ്ങടി. ഹൈമാ, ഹൈമാ. നീലു റാമുണ്ടോ? ഇവിടെ ഉണ്ടല്ലോ. എന്താ അത് രണ്ടാളും കൂടി? റാമിന്റെ അടുത്ത് കുറച്ച് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. എന്ത് പറ്റി? അത് പോയി കിട്ടി. അതെന്ത്? താങ്കൾ കൂടുതൽ വർത്താനമൊന്നും പറയാൻ നിൽക്കണ്ട. ഹൈമ ഇപ്പൊ ഇറങ്ങണ്ടോ? അമ്മ നിങ്ങൾ സംസാരിക്കണ്ട, എനിക്കറിയാം എന്ത് പറയണമെന്ന്. ഹൈമ ഇറങ്ങണ്ടോ? കൂടുതൽ വർത്താനമൊന്നും പറയണ്ട. നിങ്ങൾ വേറെ കെട്ടുമെന്നല്ലേ പറഞ്ഞ ഹൈമ എടുത്ത്? നീലിന്റെ അടുത്ത് അത് ആര് പറഞ്ഞു?
രാംകുമാറിന്റെ ജാതകത്തിലില്ലയോ? അത് ഹൈമ പറഞ്ഞാണ്. ഏതോ ഒരു ജോത്സ്യം പറഞ്ഞില്ലയോ? ആ ജോത്സ്യം പറഞ്ഞു. ആ ജോത്സ്യം പറഞ്ഞ എല്ലാം നടന്നിട്ടേ ഉള്ളൂ. ഹൈമ, നമ്മളാരുടെ അടിമയൊന്നുമല്ല. ഈ ആണുങ്ങളുടെ താളത്തിനകത്ത് തുള്ളുന്നോണ്ടാണ് അവര് നമ്മുടെ തലയിൽ കയറാൻ നിൽക്കണത്. എന്തിനാ തോറ്റു കൊടുക്കണേ? തോറ്റു കൊടുക്കണ്ട. ആര് തോറ്റു കൊടുക്കുന്നു? ഞാൻ തോറ്റു കൊടുക്കുന്നൊന്നുമില്ല. ഹൈമ ഇറങ്ങി വാ. ഇതൊക്കെ എന്തിന്? മിണ്ടിപ്പോവരുത്, ഓരോന്നൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട്. ഹൈമ ഇപ്പൊ വന്ന അതെല്ലാ സ്ത്രീകൾക്കും ഒരു മാതൃകയായിരിക്കും. അതല്ലെങ്കിൽ ഈ ആണുങ്ങളുടെ താളത്തിനകത്ത് തുള്ളുന്ന ഒരു പാവ. നീലു എന്തത്? ഞാൻ ദേ വന്നു, വാ പോവാം. കം. നമുക്കിനി കോടതി കാണാം കേട്ടാ. കോടതിയില്ല. ആ ബാ മാറേ. ഹൈ ഹൈമ വരണണ്ടാ? ആ, ദാ വന്നു. ഹലോ. ഏറ്റ് പക്കായിട്ട് ഇപ്പൊ രസം കൂടി വരുന്നില്ലേ? രസമൊക്കെ കൂടുന്നുണ്ട്, പക്ഷെ കുഴപ്പമാവോ? എന്ത് കുഴപ്പവൻ? നമുക്കിങ്ങനെ ഇങ്ങനെ രസം കൂട്ടി കൂട്ടി വരാം. അഥവാ പ്രോബ്ലം ആവുണ്ടെന്ന് തോന്നി നമുക്ക് അപ്പം അങ്ങോട്ട് ബ്രേക്ക് ചെയ്യാലോ. കുറച്ചും കൂടി ത്രില്ലിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ ആലോചിക്കണം. ഇപ്പൊ നല്ലോണം കൊഴുത്ത് രസകരമായിട്ട് വരുന്നുണ്ട് അല്ലേ? കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ട്, കുറച്ചും കൂടി എന്താ പറയുക, ത്രില്ലിംഗ് ആയിട്ടുള്ള സാധനം. ഓക്കെ. കോൾ ഇതാര്? ഹലോ, അതെ. പോലീസ് സ്റ്റേഷൻ? ഹൈമ? ഇല്ല മാഡം, വേണ്ട മാഡം, ഞാൻ വരാം മാഡം. ഇങ്ങോട്ട് വരണം. അയ്യോ, അറസ്റ്റ് ഒന്നും വേണ്ട. ഓക്കെ മാഡം. യെസ് മാഡം. നോ മാഡം, സോറി മാഡം. ഓക്കെ. നിങ്ങൾ എന്തിനാ പണി പാളിയെന്നാ തോന്നുന്നു. പോലീസ് സ്റ്റേഷനാണ് വിളിച്ചത്. ഗാർഹിക പീഡനത്തിന് എൻ്റെ പേരിൽ കേസ് എടുത്തു. അപ്പൊ പണി പാളിയല്ലേ? പണി പാളി. ഹൈമ അത് സീരിയസ് ആയിട്ട് എടുത്തു എന്നാ തോന്നുന്നു. അവൾക്ക് വനിതാ സെല്ലിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവൾ വിളിച്ചു കാണും. എന്നാ പിന്നെ വാ, നമുക്ക് എന്നോട് പോയിട്ട് കാര്യം പറയാല്ലേ? എന്നാലും അങ്ങളെ ഭയങ്കര മോശമായി പോയിട്ടാ. സ്വന്തം ഭാര്യ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കാവോ? തമാശയൊക്കെ ആവാം, പക്ഷെ ഇതൊക്കെ കുറച്ച് കൂടുതലാണ്, മോശമാണ് ഇതൊക്കെ ഭയങ്കര. തമ്പി, നിങ്ങളെ ലച്ചു ചേച്ചി പറഞ്ഞാലും കാര്യമുണ്ട്. ഒന്നല്ലെങ്കിൽ ഹൈമാൻഡ് പാവല്ലേ? ആൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ? ഉണ്ണിക്കുട്ട മോശം എന്ന് പറഞ്ഞാലും പോരെ എൻ്റെ അങ്ങളെ ദാരുണം. നിങ്ങളൊക്കെ കൂടെ നിൽക്കാൻ പറഞ്ഞിട്ടല്ലേ ഞാനത് തുടങ്ങിയത്. കട്ടയ്ക്ക് കൂടെ നിൽക്കണമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു? ഞാൻ പറഞ്ഞില്ലല്ലോ, നീ പറഞ്ഞടാ. ഞാൻ പറഞ്ഞില്ലേ, നിനക്കറിയോ ഇതിനെ കുറിച്ചല്ലോ? ഇതില് ഞാൻ ആദ്യമേ തൊട്ട് പറഞ്ഞോണ്ടിരിക്കണേ, എനിക്ക് അറിയത്തില്ല എന്തുവാ കാര്യം. അപ്പൊ പിന്നെ ഞങ്ങള് പയ്യെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങാം. ജയിലിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോ വിളിക്ക്, നമുക്ക് കാണാം. ഓക്കെ? തമ്പി, ഉണ്ണിക്കുട്ട മോളെ. അങ്കിളെ, എനിക്ക് സംഭവം എന്താന്ന് മനസ്സിലായില്ല, പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി. അങ്കിൾ ചെയ്ത് ഭയങ്കര മോശമായിപ്പോയി. കണ്ടാങ്ങളെ, കൊച്ചിന് വരെ കാര്യം മനസ്സിലായി, എന്നിട്ട് അങ്കിളിന് മനസ്സിലായില്ലല്ലോ. പാടി. ഹൈ ഹൈമ, ഹൈ. എന്താ രാംകുമാറ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇവിടെ ആർക്കും ഒന്നും കേക്കണ്ട. ഹൈ, എനിക്കൊന്നും കേൾക്കണ്ട. രാം, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കും. അവരോടങ്ങ് പറഞ്ഞോ. വിളിച്ചായിരുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും ചെന്നില്ലെങ്കിൽ വന്ന് അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. അറസ്റ്റ് ചെയ്യട്ടെ, അല്ല കാര്യമല്ലേ. ഹൈമയ്ക്ക് വനിതാ സെല്ലിൽ പരിചയം ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളൊന്നും നോക്കിയില്ല, അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു. നീലു, ഭവാനിയമ്മ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇവിടെ ആർക്കും ഒന്നും കേൾക്കണ്ട. നീ കൊല്ലം പറയണ്ടേ, കോടതി സംസാരിക്കാം, അത്ര തന്നെ. എടുത്തു ചാടി ഒന്നും ചെയ്യല. ദിയെ കുറിച്ചെങ്കിലും ഒന്ന് ആലോചിക്കുന്നു. എനിക്ക് അവളെ കുറിച്ച് ഒരു ടെൻഷനും ഇല്ല. ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞാണ്. സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചില്ലേ, അങ്ങോട്ട് ഇല്ലേ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഹൈമ കൊല്ലം പറയാനുണ്ടോ? നീലു, എനിക്ക് കാണുക തന്നെ വേണ്ട. കേട്ടല്ലോ, ഹൈമയ്ക്ക് കാണുക പോലും വേണ്ട, ഞങ്ങൾക്കൊന്നും കേൾക്കുകയും വേണ്ട. അപ്പൊ പിന്നെ എന്ത് ചെയ്യാനാ? ഓ ചെല്ല്. ഇതൊക്കെ വെറും തമാശക്കായിരുന്നു, ഞാൻ വെറുതെ പറഞ്ഞതാ. അവരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പതാ ഞാൻ ഒറ്റയ്ക്ക്. എന്തൊരു നാടകം നോക്കിയേ, എന്തെന്നായിരുന്നു ജാതകം 2 കെട്ട്. സത്യമായിട്ട് ഇത് വെറും ഒരു പ്രാങ്ക് ആയിരുന്നു, തമാശക്ക് ചെയ്താ. എന്റെ രാംകുമാർ വെറുതെ പറയാണ്ട് പോയായിരുന്നു. സത്യമായിട്ട് നീലു, ഭവാനമ്മ, ഹൈ, സത്യമായിട്ടാ പറയുന്നു, വെറും പ്രാങ്ക് ആയിരുന്നു. നീലു, ഒന്ന് പോകാൻ പറഞ്ഞേ. ഹൈ, നിനക്കറിയാലോ ഞാൻ സത്യമായിട്ടാന്ന്.
വെറുതെ പറഞ്ഞ തമാശക്ക് പറഞ്ഞതാ. കരയൂപ്പ മിണ്ടാണ്ടിരിക്കുക എന്തോന്ന് നീലു ഇത് കുറച്ച് കരയിട്ട് എന്നിട്ട് എല്ലാം കുളവാക്കിയതാ. ഓട്ടറതേ പാവല്ലേ. ഇപ്രാവശ്യം ഒരു മാപ്പ് കൊടുക്കും. എന്ത് മാപ്പ്? അറിയണം വിഷമം എന്താന്ന്. റാം, നമ്മളൊരു പ്രാങ്ക് ആക്കിയതാ. പ്രാങ്കോ? എന്താ രാംകുമാറ, ഞങ്ങൾക്ക് പറ്റിക്കാൻ പാടില്ലേ? അല്ല, നിങ്ങൾക്ക് മാത്രമേ അഭിനയിക്കാൻ അറിയാൻ പാടുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നോ? നമുക്കും അറിയാം അഭിനയിക്കാനൊക്കെ. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത്? അതാ, അതെന്റെ കൂട്ടുകാരി സൂക്ഷ്മ ഓഫീസിൽ നിന്ന് വിളിച്ചതാ. അപ്പൊ രാംകുമാർ അങ്കിള് ഹൈമാൻറ്റിനെ പറ്റിക്കാൻ വേണ്ടി പ്രാങ്ക് ചെയ്താണല്ലേ? അത് മനസ്സിലാക്കി ആന്റിയും അമ്മയും കൂടെ അങ്കിളിന് തിരിച്ചൊരു പണി തന്നു. അങ്കിളെ കണ്ടാ, നമ്മുടെ അമ്മ അങ്ങനൊന്നും പറ്റിക്കാൻ പറ്റൂല. നമ്മുടെ അമ്മ പുലിയാണ്. രാംകുമാറെ സമാധാനപ്പെട്, ടെൻഷനൊന്നും ആവണ്ട. കണ്ട് എന്നാ നമുക്കിറങ്ങാം. ഇനി ഇങ്ങനെ ചെയ്യുവോ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പ്. പ്രോമിസ്? പ്രോമിസ്. ഇനി ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾ ശരിക്കും ഞാൻ ഡിവോഴ്സ് ചെയ്യും. സോറി. ഇറ്റ്സ് ഓക്കെ. താങ്ക് യു കേട്ടോ. താങ്ക് യു കേട്ടോ. കാണാട്ടോ. ആങ്കിളെ പോവാ. ശരി നിലു, താങ്ക് യു. ശരി, ബൈ. ബൈ. കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് തന്നില്ലേ പണി, തിരിച്ചു കൊടുക്കട്ടെ? വഴി കൂടെ പോയ പണി ഞാൻ ഇരന്ന് വാങ്ങി. എന്തായാലും അടി ഷെയർ ചെയ്യാൻ നീയും കൂടെ ഉണ്ടായിരുന്നല്ലോ. താങ്ക് യു.